ഹായ് ഓൾ, PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇൻഡോ ലേണിംഗിലേക്ക് സ്നേഹസ്വാഗതം. ടുഡേസ് ടോപ്പിക് ടൈപ്സ് ഓഫ് സെന്റൻസസ്. സെന്റൻസസ് 2 കാറ്റഗറീസ് അഥവാ 2 ഗ്രൂപ്പ്സുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ബേസ്ഡ് ഓൺ പർപ്പസ്, സെക്കൻഡ് വൺ ബേസ്ഡ് ഓൺ സ്ട്രക്ചർ ഓർ ഫോം. പർപ്പസ് എന്നാൽ ഉദ്ദേശം എന്നാണ് അർത്ഥം. അതായത് എന്ത് ഉദ്ദേശത്തിനാണ് സെന്റൻസ് ഉപയോഗിക്കുന്നത്? എന്തെങ്കിലും പറയാനാണോ, ചോദ്യം ചോദിക്കാനാണോ, ആജ്ഞ നൽകാനാണോ, ഇമോഷൻ പ്രകടിപ്പിക്കാനാണോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ച ഒരു ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിൽ 4 പേരുണ്ട്. ബേസ്ഡ് ഓൺ സ്ട്രക്ചർ. സ്ട്രക്ചർ എന്നാൽ ഘടന, ഫോം, രൂപം. അതായത് സെന്റൻസിന്റെ ഘടനയുടെ അല്ലെങ്കിൽ രൂപത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ചത്. സിമ്പിൾ സെന്റൻസ് ആണോ അല്ലെങ്കിൽ കൂടുതൽ പാർട്സ് ഉള്ള സെന്റൻസ് ആണോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ച ഒരു ഗ്രൂപ്പാണിത്. ഇതിലും 4 പേരുണ്ട്. അപ്പോൾ ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ച ഗ്രൂപ്പ്, സ്ട്രക്ചർ ഘടനയുടെ അടിസ്ഥാനത്തിൽ വേർതിരിച്ച ഗ്രൂപ്പ്. ബേസ്ഡ് ഓൺ പർപ്പസ് എന്ന ഗ്രൂപ്പിലുള്ളത് ഫസ്റ്റ് വൺ അസർട്ടീവ് സെന്റൻസ്, സെക്കൻഡ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ്, തേർഡ് ഇമ്പറേറ്റീവ് സെന്റൻസ്, ഫോർത്ത് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. ബേസ്ഡ് ഓൺ സ്ട്രക്ചർ എന്ന ഗ്രൂപ്പിലുള്ളത് ഫസ്റ്റ് വൺ സിമ്പിൾ സെന്റൻസ്, സെക്കൻഡ് കോമ്പൗണ്ട് സെന്റൻസ്, കോംപ്ലക്സ് സെന്റൻസ് ആൻഡ് കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ്. ടോട്ടൽ നമുക്കിവിടെ 8 പേരെ കാണാം. ഈ 8 വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു സെന്റൻസ് തന്നിട്ട് ഇത് ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നാണ് സാധാരണയായി PSC എക്സാമിൽ ചോദിക്കാറുള്ളത്. അതുകൊണ്ട് ഈ 8 പേർ നമുക്ക് എവിടെ കണ്ടാലും തിരിച്ചറിയാൻ പഠിക്കണം. നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് ആദ്യം നോക്കാം. അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെന്റൻസ്. ഇവ രണ്ടും ഒരേ കുട്ടിയുടെ 2 പേരുകളാണ്. അതായത് രണ്ടും ഒന്നാണ്. എക്സാം ചോയ്സിൽ നമുക്ക് ചിലപ്പോൾ അസർട്ടീവ് എന്ന് വരും, ചിലപ്പോൾ ഡിക്ലറേറ്റീവ് എന്നും വരും. അതുകൊണ്ട് ഇവ രണ്ടും നന്നായി ഓർത്തു വെക്കണം. ഈ അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെന്റൻസിന് മറ്റൊരു പേര് കൂടിയുണ്ട്. അതായത് സ്റ്റേറ്റ്മെന്റ് എന്നാണ്. നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ, അതായത് എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് പഠിക്കുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനം ഇല്ല. നമുക്ക് ഒരു അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെന്റൻസിനെ എങ്ങനെ എളുപ്പത്തിൽ തിരിച്ചറിയാം? നോക്കൂ, സ്റ്റാർട്ട്സ് വിത്ത് സബ്ജക്റ്റ്. സബ്ജക്റ്റിൽ തുടങ്ങുക. സബ്ജക്റ്റ് ഓർമ്മയുണ്ടല്ലോ, ഡുവർ ഓഫ് ആൻ ആക്ഷൻ, പ്രവൃത്തി ചെയ്യുന്ന ആൾ. ഐയും വിയും ഹിയും ഷീയും ഇറ്റും ദേയും രാമുവും രാജുവും എല്ലാം സബ്ജക്റ്റായി വരാറുണ്ട്. സബ്ജക്റ്റിൽ തുടങ്ങുന്നു. എൻഡ്സ് വിത്ത് ഫുൾ സ്റ്റോപ്പ്. ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നു. അതായത് സബ്ജക്റ്റിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന ഏതൊരു സെന്റൻസും അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെന്റൻസ് ആയിരിക്കും. നോക്കൂ, ലയൺസ് സബ്ജക്റ്റ് ആണ്, ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചു. ദ സൺ സബ്ജക്റ്റ് ആണ്, ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചു. ഷീ സബ്ജക്റ്റ് ആണ്, ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചു. ദ താജ്മഹൽ ഈസ് ഇൻ ഇന്ത്യ. ദ താജ്മഹൽ സബ്ജക്റ്റ് ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചു. അപ്പോൾ ഒരു അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെന്റൻസിനെ എക്സാമിൽ തിരിച്ചറിയാൻ നമുക്ക് യാതൊരു പ്രയാസവുമില്ല. ഇവ 2 ടൈപ്സ്, 2 ടൈപ്സ് ഉണ്ട്. എഫർമേറ്റീവ് ആൻഡ് നെഗറ്റീവ്. എഫർമേറ്റീവ് എന്നാൽ പോസിറ്റീവ് അർത്ഥം തരുന്ന സെന്റൻസുകളാണ്. നോക്കൂ, ഐ ആം എ ടീച്ചർ. ഇവിടെ യാതൊരു നെഗറ്റീവ് അർത്ഥവുമില്ല. ഐ ഹാവ് എ കാർ. എനിക്കൊരു കാറുണ്ട്. നെഗറ്റീവ് അർത്ഥമില്ല. ഷീ ലൈക്സ് മാംഗോ. ഈ സെന്റൻസിലും നെഗറ്റീവ് അർത്ഥമില്ല. എന്നാൽ നെഗറ്റീവ് സെന്റൻസ് എന്നാൽ നെഗറ്റീവ് മീനിങ് നൽകുന്ന, നെഗറ്റീവ് അർത്ഥം നൽകുന്ന സെന്റൻസ് ആണ്. നെഗറ്റീവ് അർത്ഥം നൽകാൻ നെഗറ്റീവ് വേർഡ്സുകൾ ഉണ്ടാകും. ആരൊക്കെയാണ് നെഗറ്റീവ് വേർഡ്സ്? നോവും നോട്ടും നണ്ണും നത്തിങ്ങും നെവറും നോറും നൈതറും ഒക്കെ നെഗറ്റീവ് അർത്ഥം നൽകുന്ന വേർഡ്സുകളാണ്. നോക്കൂ, ഐ ആം നോട്ട്. നോട്ട് വന്നതിനാൽ ഈ സെന്റൻസ്
നെഗറ്റീവ് മീനിങ് നൽകുന്നു. ഐ ഡോണ്ട് നെഗറ്റീവ് വന്നതിനാൽ നെഗറ്റീവ് മീനിങ് നൽകുന്നു. ഷീ ഡസന്റ് മീൻസ് ഡസ് നോട്ട്, ഇവിടെയും നെഗറ്റീവ് വേർഡ് ഉള്ളതിനാൽ നെഗറ്റീവ് അർത്ഥം നൽകുന്നു. നമുക്കിനി സെക്കൻഡ് സെന്റൻസിനെയാണ് പഠിക്കാനുള്ളത്. അതായത് ഇൻട്രോഗേറ്റീവ് സെന്റൻസ്. ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എന്നാൽ ഉടനെ നമ്മുടെ മെമ്മറിയിൽ ക്വസ്റ്റ്യൻ എന്നാണ് വരേണ്ടത്. ഇൻട്രോഗേറ്റീവ് സെന്റൻസ് 2 ടൈപ്സ്, 2 തരത്തിലുണ്ട്. WH ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ. WH ക്വസ്റ്റ്യനെ നമുക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ സ്റ്റാർട്ട്സ് വിത്ത് ക്വസ്റ്റ്യൻ വേർഡ്. ക്വസ്റ്റ്യൻ വേർഡിൽ തുടങ്ങുന്നു. ആരൊക്കെയാണ് ക്വസ്റ്റ്യൻ വേർഡ്? യെസ്, വാട്ടും വിച്ചും വെന്നും വേറും വയ്യും ഹൂവും ഹൂവും ഹൂസും ഹൗവും ഹൗവനിയും ഹൗമച്ചും ഹൗലോങ്ങും ഹൗ ഫാറും എല്ലാം ക്വസ്റ്റ്യൻ വേർഡ് ആണ്. ഈ ക്വസ്റ്റ്യൻ വേർഡിൽ തുടങ്ങി എൻസ് വിത്ത് ക്വസ്റ്റ്യൻ മാർക്ക്, ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്നു. നോക്കൂ, വാട്ടെന്ന ക്വസ്റ്റ്യൻ വേർഡിൽ തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിച്ചു. വേറെന്ന ക്വസ്റ്റ്യൻ വേർഡിൽ തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിച്ചു. ഹൗ എന്ന ക്വസ്റ്റ്യൻ വേർഡിൽ തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിച്ചു. നെക്സ്റ്റ് വൺ, യേസ് ഓർ നോ ക്വസ്റ്റ്യൻ. അതായത് ആൻസർ യേസോ നോവോ ലഭിക്കുന്ന ക്വസ്റ്റ്യൻ. ഇതിനെ ഓക്സിലറി വെർബ് ക്വസ്റ്റ്യൻ എന്നും അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബ് ക്വസ്റ്റ്യൻ എന്നും വിളിക്കാറുണ്ട്. അവയെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? യെസ്, സ്റ്റാർട്ട്സ് വിത്ത് ഓക്സിലറി വെർബ്. ഓക്സിലറി വെർബിലാണ് ഇവ തുടങ്ങാറുള്ളത്. ഓക്സിലറി വെർബ്സ് നോക്കൂ. ബി ഫാമിലിയിലുള്ള ഈസ്, ആം, ആറ്, ബോസ്, വേറെ. ഹാവ് ഫാമിലിയിലുള്ള ഹാവ്, ഹാസ്, ഹാഡ്. ഡു ഫാമിലിയിലുള്ള ഡു, ഡസ്, ഡിഡ്. 11 പേർ പ്രിൻസിപ്പൽ ഓക്സിലറീസ്. പിന്നീട് മോഡൽ ഓക്സിലറീസിലുള്ള വില്ല്, വില്ലിന്റെ പാസ്റ്റ് ടെൻസ് വുഡ്, ഷാൾ, ഷുഡ്, കേൻ, കുഡ്, മേ, മൈറ്റ്. 8 പേർ നമ്മുടെ നാവിന്റെ തുമ്പിലൂടെ ഫ്ലുവന്റ് ആയി ഒഴുകി വരും. വിൽ, വുഡ്, ഷാൾ, ഷുഡ്, കേൻ, കുഡ്, മേ, മൈറ്റ്. പിന്നീട് 5 പേർ അല്പം വ്യത്യസ്തർ. മസ്റ്റ്, ought to, need, dare, used to. ഇവിടെ 13 പേരാണുള്ളത്. ഈ ഓക്സിലറി വെർബിൽ തുടങ്ങി എൻസ് വിത്ത് ക്വസ്റ്റ്യൻ മാർക്ക്, ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്നു. നോക്കൂ, ഡു എന്ന ഓക്സിലറി വെർബിൽ തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിച്ചു. കേൻ എന്ന ഓക്സിലറി വെർബിൽ തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിച്ചു. വിൽ എന്ന ഓക്സിലറി വെർബിൽ തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്ക് അവസാനിച്ചു. നമുക്ക് ഒരു ഇൻട്രോഗേറ്റീവ് സെന്റൻസിനെ എളുപ്പത്തിൽ തിരിച്ചറിയാം. നോക്കൂ, എന്താണ്? ഓൾവേസ് എൻഡ്സ് വിത്ത് ക്വസ്റ്റ്യൻ മാർക്ക്. എപ്പോഴും അത് ക്വസ്റ്റ്യൻ മാർക്കിലാണ് അവസാനിക്കാറുള്ളത്. അതായത് ഒരു സെന്റൻസിന്റെ അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടെങ്കിൽ അത് നിസ്സംശയം നമുക്ക് പറയാം ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആണ്. അപ്പോൾ ഇൻട്രോഗേറ്റീവ് സെന്റൻസിനെ കണ്ടെത്താനും നമുക്ക് യാതൊരു പ്രയാസവുമില്ല. നെക്സ്റ്റ് വൺ, ഇമ്പരറ്റീവ് സെന്റൻസ്. ഇമ്പരറ്റീവ് സെന്റൻസ് എന്നാൽ കമാൻഡ്, റിക്വസ്റ്റ്, ഓർഡർ, അഡ്വൈസ്, വാർണിംഗ്, സജഷൻ മുതലായവയെല്ലാം കാണിക്കുന്ന സെന്റൻസ് ആണ്. ഇമ്പരറ്റീവ് സെന്റൻസിന്റെ പൊതുവായ വേർഡ് ഓർഡർ വെർബ് പ്ലസ് ഓബ്ജക്റ്റ് എന്നാണ്. എന്നാൽ എല്ലായിടത്തും ഓബ്ജക്റ്റ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അതായത് ഓബ്ജക്റ്റ് ഇല്ലാതെ ഇമ്പരറ്റീവ് സെന്റൻസ് വരാറുണ്ട്. എന്നാൽ ഇമ്പരറ്റീവ് സെന്റൻസിന്റെ ഹൃദയം വെർബ് തന്നെയാണ്. ഇങ്ങനെ ഓർത്തു വെക്കൂ, സെന്റൻസ് സ്റ്റാർട്ട്സ് വിത്ത് വെർബ്. വെർബിലാണ് സെന്റൻസ് തുടങ്ങാറുള്ളത്. ചിലപ്പോൾ റിക്വസ്റ്റിനെ സൂചിപ്പിക്കുന്ന പദങ്ങളായ കൈൻഡ്ലിയിലോ പ്ലീസിലോ തുടങ്ങും. ചിലപ്പോൾ ഡോണ്ടിലോ ലെറ്റ്സിലോ തുടങ്ങാറുണ്ട്. അതായത് ഒരു സെന്റൻസ് വെർബിലോ കൈൻഡ്ലി, പ്ലീസ് തുടങ്ങിയ റിക്വസ്റ്റിനെ സൂചിപ്പിക്കുന്ന പദങ്ങളിലോ ഡോണ്ടിലോ ലെറ്റ്സിലോ തുടങ്ങിയാൽ അത് ഇമ്പരറ്റീവ് സെന്റൻസ് ആയിരിക്കും. ഇനി എൻഡ്സ് വിത്ത് ഫുൾ സ്റ്റോപ്പ്. എന്തിലാണ് അവസാനിക്കുന്നത്? ഫുൾ സ്റ്റോപ്പിലാണ് അവസാനിക്കുന്നത്. നോക്കൂ, ഇവിടെ യാതൊരു സബ്ജക്റ്റുമില്ല. സിറ്റ് എന്ന വെർബിലാണ് തുടങ്ങിയത്. ഇവിടെയും സബ്ജക്റ്റ് ഇല്ല. പ്ലീസ് എന്ന റിക്വസ്റ്റിനെ സൂചിപ്പിക്കുന്ന പദത്തിൽ തുടങ്ങി
ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചു. കൈൻഡ്ലിയിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചു. ഡോണ്ടിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചു. ലെറ്റ്സിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചു. അപ്പോൾ അസർട്ടീവ് സെന്റൻസും ഇംപെരറ്റീവ് സെന്റൻസും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? അസർട്ടീവ് സെന്റൻസ് സബ്ജക്റ്റിൽ തുടങ്ങുന്നു, ഇംപെരറ്റീവ് സെന്റൻസ് വെർബിൽ തുടങ്ങുന്നു. അതാണ് ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം. നോക്കൂ, ഫോർത്ത് ടൈപ്പ് സെന്റൻസ് എക്സ്ക്ലമേറ്ററി സെന്റൻസ്, അതായത് സർപ്രൈസ്, വണ്ടർ, ഏങ്കർ, എക്സൈറ്റ്മെന്റ് എല്ലാം കാണിക്കുന്ന സെന്റൻസ് ആണ്. ഇതിനെ നമുക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ ഓൾവേസ് എൻഡ് വിത്ത് എക്സ്ക്ലമേഷൻ മാർക്ക്. എക്സ്ക്ലമേഷൻ മാർക്കിലാണ് ഇത് എല്ലായ്പ്പോഴും അവസാനിക്കുന്നത്. അതായത് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ക്വസ്റ്റ്യൻ മാർക്കിലാണ് അവസാനിക്കുന്നത്. എക്സ്ക്ലമേറ്ററി സെന്റൻസ് എക്സ്ക്ലമേഷൻ മാർക്കിലാണ് അവസാനിക്കുന്നത്. നോക്കൂ, സ്റ്റാർട്ട്സ് വിത്ത് വാട്ട് ഓർ ഹൗ. വാട്ടിലോ ഹൗവിലോ തുടങ്ങും, അല്ലെങ്കിൽ ഇന്റർജെക്ഷനിൽ തുടങ്ങും. എന്താണ് ഇന്റർജെക്ഷൻ? നോക്കൂ, യെസ്, നമുക്ക് ദുഃഖമുണ്ടാകുമ്പോൾ, നമുക്ക് സന്തോഷമുണ്ടാകുമ്പോൾ, മറ്റു വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഹൃദയാന്തരത്തിൽ നിന്നും നാം അറിയാതെ ഒഴുകി വരുന്ന ചില ശബ്ദങ്ങളാണ് ഇന്റർജെക്ഷൻസ്. നോക്കൂ, വൗ, ഹേ, അലാസ്, ഹുറേ, ഹാ, ഹോ തുടങ്ങിയ പദങ്ങളാണ് ഇന്റർജെക്ഷൻസ്. നോക്കൂ, സെന്റൻസ് വാട്ടിൽ തുടങ്ങി, വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ, എക്സ്ക്ലമേഷൻ മാർക്കിൽ അവസാനിച്ചു. വാട്ടിൽ തുടങ്ങി, വാട്ട് എ ബിഗ് ഹൗസ് യു ഹാവ്, എക്സ്ക്ലമേഷൻ മാർക്കിൽ അവസാനിച്ചു. വാട്ടിൽ തുടങ്ങി, വാട്ട് എൻ ഇൻട്രസ്റ്റിംഗ് ബുക്ക് ഷീ റോട്ട്, എക്സ്ക്ലമേഷൻ മാർക്കിൽ അവസാനിച്ചു. ഹൗവിൽ തുടങ്ങി, എക്സ്ക്ലമേഷൻ മാർക്കിൽ അവസാനിച്ചു. വൗ എന്ന ഇന്റർജെക്ഷനിൽ തുടങ്ങി, എക്സ്ക്ലമേഷൻ മാർക്കിൽ അവസാനിച്ചു. ഹുറേ എന്ന ഇന്റർജെക്ഷനിൽ തുടങ്ങി, എക്സ്ക്ലമേഷൻ മാർക്കിൽ അവസാനിച്ചു. അപ്പോൾ നമുക്ക് ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസിനെ വളരെ എളുപ്പത്തിൽ കണ്ടെത്താം. ഇതുവരെ പഠിച്ച എല്ലാ സെന്റൻസും നമുക്ക് അറ്റ് എ ഗ്ലാൻസ്, ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാം. നോക്കൂ, ഈസ് ദേർ എ ക്വസ്റ്റ്യൻ മാർക്ക്, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടോ? ഇന്ററോഗേറ്റീവ് സെന്റൻസ്. ഈസ് ദേർ എൻ എക്സ്ക്ലമേഷൻ മാർക്ക്, എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടോ? നിസ്സംശയം പറയാം, എക്സ്ക്ലമേറ്ററി സെന്റൻസ്. സ്റ്റാർട്ട്സ് വിത്ത് സബ്ജക്റ്റ് ആൻഡ് എൻഡ്സ് വിത്ത് ഫുൾ സ്റ്റോപ്പ്. സബ്ജക്റ്റിൽ തുടങ്ങുകയും ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുകയും ചെയ്താൽ അത് അസർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ്. സ്റ്റാർട്ട്സ് വിത്ത് വെർബ്, വെർബിൽ തുടങ്ങുകയോ റിക്വസ്റ്റ് വേർഡ്സ് ആയ പ്ലീസിലോ കൈൻഡ്ലിയിലോ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിച്ചാൽ അതേതാണ് ഇംപെരറ്റീവ് സെന്റൻസ്.